നമസ്തേ. ഇന്ന് ഞാൻ പറയുന്നത് ശുക്രനെ കുറിച്ചാണ്. ബുധനും ശുക്രനും സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ്. ശുക്രന് വെള്ളി എന്നും അസ്തുജിത്ത് എന്നും കവി, ഭാർഗവൻ, ഭൃഗുസുതൻ എന്നിങ്ങനെയുള്ള പര്യായങ്ങൾ ഉണ്ട്. ശുക്രനെ ആഴ്ചകളിൽ വെള്ളിയാഴ്ചയായിട്ടാണ് എടുക്കുന്നത്. ശുക്രനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ ഭൃഗുവിനെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭൃഗു മഹർഷിയുടെ കാൽപാദങ്ങളാണ് ഇന്നും മഹാവിഷ്ണുവിന്റെ വക്ഷസ്സിലുള്ള ശ്രീവത്സം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൃഗുവിന്റെ വേറൊരു ഇതാണ് വീരഭദ്രൻ രക്ഷയാഗത്തിന് ഭൃഗുവിന്റെ താടി പറിച്ചു കൊണ്ടുവന്നതിന്റെ ലക്ഷണമായിട്ടാണ് ഇന്നും കൊട്ടിയൂരിൽ പോകുന്നവർ ഓടപ്പൂവ് കൊണ്ടുവരുന്നത്. ശുക്രാചാര്യൻ അസുരഗുരുവും വ്യാഴം ദേവഗുരുവുമാണ്. എന്നാൽ ശുക്രാചാര്യന് മൃതസഞ്ജീവനി മന്ത്രം കൂടി അറിയാം. വിദ്യ ശുക്രാചാര്യന്റെ പക്കൽ നിന്നാണ് മൃതസഞ്ജീവനി വിദ്യ ലോകത്ത് വന്നു ചേർന്നത് എന്ന് തന്നെ അറിയാം. ശുക്രാചാര്യൻ ക്ഷേത്രങ്ങൾ എടവം, തുലാവം എന്നാണ് ശുക്രന്റെ ക്ഷേത്രങ്ങൾ പറയുന്നത്. ശുക്രൻ മീനൻ രാശി ഉച്ചരാശിയും കന്നി രാശി നീചരാശിയും. എന്നാൽ 12 രാശികളിലും നല്ല ഫലങ്ങൾ സന്തോഷിച്ചാൽ കൊടുക്കാൻ കഴിവുള്ള ഒരേ ഒരു ഗ്രഹം ശുക്രൻ മാത്രമാണ്. ഭൃഗുസുതേ യതി കന്യയാന്യതേ ബഹുധനം ഖലു തീർത്ഥമനോഹരം എന്ന് പറയപ്പെടുന്നു. നീചരാശിയായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ പോലും സന്തോഷിച്ചു കഴിഞ്ഞാൽ, അതായത് ശുക്രനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് പ്രസാദിപ്പിച്ചാൽ അദ്ദേഹം ബഹുധനം കൊടുക്കുന്നാണ് പറയുന്നത്. ഭൃഗുസുതേതി കന്യകയാന്യതേ ബഹുധനം ഖലു തീർത്ഥ മനോഹരം. ഏറ്റവും സന്തോഷകരമായ ജീവിതം തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും. ശുക്രന്റെ രാശികളിൽ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ നിന്നാലുള്ള ഫലങ്ങളെ കുറിച്ച് പറയാം. കുജക്ഷേത്രങ്ങളിൽ നിൽക്കും സ്ഥിതനുള്ളവരെപ്പോഴും ധനദുർവ്യയശീലന്മാർ അപവാദം വരുത്തുന്നു. മേടം, വൃശ്ചികം രാശികളിൽ ശുക്രൻ നിന്നാലുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. ഇനി എടവം, തുലാവും സ്വക്ഷേത്രത്തിൽ നിന്നാലുള്ള ഫലം. സ്വപ്രയത്നം, ധനം, സ്ഥാനമാനം, സർക്കാർ ജോലിയും. സ്വക്ഷേത്രേ സ്ഥിതനുള്ളവർക്ക് സുഖവും വന്നു ചേർന്നത്. കർക്കിടക രാശിയിൽ നിന്നാലുള്ള ഫലം. പുളിയിലെ ശുക്രനുള്ളവരിൽ നാരീ സംസർഗമേറിടും. ഗർഭിഷ്ഠൻ, ദുഃഖിയാം സ്ത്രീകൾ മൂലമായി ധനഹീനനം. ഇനി മിഥുനൻ രാശിയിൽ ശുക്രൻ നിന്നാൾ. മിഥുനെ ശുക്രനുണ്ടെങ്കിൽ ധനവാൻ, പണ്ഡിതൻ തഥാ. കലാകാരൻ, ഭരിക്കാനും യോഗ്യനാം, സ്ഥാനമാനിയാം. ചിങ്ങത്തിൽ നിന്നാൽ. ചിങ്ങത്തിൽ ശുക്രനുണ്ടെങ്കിൽ സ്ത്രീ മൂലം ധനവും വരും. ഭാര്യാലാഭം, പുത്രലാഭം, എന്നാൽ ദേവസുഖം വരാം. ധനുരാശിയിൽ ശുക്രൻ നിന്നാൽ. ധനുരാശിയിൽ നിൽക്കുന്ന ദാനവേദ്യൻ ധനി സദാ. ഗുണാതിശയ സമ്പന്നൻ, പൂജിതൻ സജ്ജനങ്ങളാൽ. കന്നിയിൽ നിന്നാൽ. നിന്നിൽ നിർധനനും പിന്നെ കീർത്തിമാൻ പുത്രവാനുമാം. ചിലപ്പോൾ ധനിയായിടാം കന്നിയിൽ സ്ഥിതനുള്ളവൻ. സംസർഗഹേതുവാൽ നീചപാതയെങ്കിൽ നടപ്പവൻ. സുഭകൻ, സുന്ദരൻ, സ്ത്രീ കദീനൻ, മന്ദനിലെ സ്ഥിതൻ. മകരം, കുംഭൻ രാശിയിൽ നിന്നുള്ള ഫലങ്ങൾ. പണ്ഡിതൻ, ധനികൻ, സജ്ജനങ്ങളാലും സുകീർത്തിതൻ. ഉച്ചരാശിയതാം മീനക്ഷേത്രത്തിൽ ശുക്രനുള്ളവൻ. ഇത് ഓരോ രാശികളിൽ മേടം മുതൽ മീനം വരെ രാശികളിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. ഇനി ഓരോ ഗ്രഹങ്ങളും ഓരോ ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ വേറെയുണ്ട്.